ഹലോ, കളേഴ്സ് ഓഫ് ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്കൂൾ ലൈഫ് ഇൻ ജർമ്മനിയെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്കുള്ള വഴിയിലും തിരിച്ചു വീട്ടിലേക്കുള്ള വഴിയിലും അവർ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് 2 കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഒരു കാറിൽ 2 പെൺകുട്ടികൾ വന്നിട്ട്, അതായത് ഒരു 18ഉം 25ഉം വയസ്സിനിടയിലുള്ള പെൺകുട്ടികളാണ്. അവർ വന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞു, ഞങ്ങളെ നിങ്ങളുടെ അമ്മ വിട്ടതാണ്, ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, കാറിൽ കയറാൻ പറഞ്ഞു. ആ കുട്ടികൾക്ക് എന്തോ കുറച്ച് ഒരു ബോധം ഉണ്ടായിരുന്നുകൊണ്ട് അവർ കയറിയില്ല. അവർ നേരെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പായിരുന്നു. അവർ നേരെ അത് പോലീസിന് ഇൻഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു ന്യൂസ് വാട്സപ്പിലൊക്കെ ഞങ്ങൾക്ക് ഒരു സർക്കുലറായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും സംസാരിക്കരുത്. ഞാനിത് പറയാൻ കാരണം മിക്ക പാരൻസും കുട്ടികളെ തനിച്ചാണ് സ്കൂളിലേക്ക് വിടുന്നത്. കാരണം വീടിന് അടുത്തായിരിക്കും സ്കൂളുള്ളത്. നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക, സ്ട്രേഞ്ചേഴ്സിനോട് ഒരു കാരണവശാലും സംസാരിക്കുകയോ അവർ തരുന്നതൊന്നും മേടിച്ച് കഴിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. വേറൊരു ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലോൺലി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക്, അതൊരു ബോയ് ആയിരുന്നു, ഒരു ചെറുക്കൻകുട്ടി. അവൻ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്ക് ഒരാള് സെക്ഷലി ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു. അവനെന്തോ ഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ ഒരു മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ സർക്കുലേറ്റ് ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, പക്ഷെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓഫ് വിഡ്നീയർ.